ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. സോ കഴിഞ്ഞ ദിവസം വാവ വന്നിട്ട് പറഞ്ഞു മാമിയുടെ അങ്ങും അമ്മാമ്മയുടെ വീട്ടിലും കുറേ മാങ്ങ ആയി നിൽപ്പുണ്ട്, അച്ചാറിടാൻ പോയി പറിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഓഫായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കിന്ന് പഠിത്തമില്ലാത്തതുകൊണ്ട് അവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി മാങ്ങയൊക്കെ പറിക്കാനായിട്ട് തോട്ടയൊക്കെ എടുത്തുകൊണ്ട് പോയി തോട്ടയൊക്കെ വെച്ച് പഠിച്ചു. അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് നിലത്ത് വീഴാതെ കുറച്ച് ഞെടുപ്പോട് കൂടി കുറച്ച് മാങ്ങ പിച്ചുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ, നമുക്ക് ഒന്ന് കണ്ണിമാങ്ങ അച്ചാർ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാറിന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഞെടുപ്പോട് കൂടി എടുത്തിട്ട് ആ ഞെടുപ്പിനകത്തുനിന്ന് ചൊന അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഞെടുപ്പോട് കൂടി എടുത്തത്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അച്ചാറിനും കൂടി വേണ്ടിയിട്ട് വെച്ചു. ഇപ്രാവശ്യം ഞാൻ അച്ചാർ വേറൊരു രീതിയിലാട്ടോ ഇടുന്നത്. അതായത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കായപ്പൊടിയും പിന്നെ ഉലുവയും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു പൊടികളിലേക്ക് ഇളക്കിയിട്ട് ചട്ടിയിൽ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ അല്ലാണ്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് നേരിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും ബെറ്റർ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഒരു അരപ്പില്ലേ, ആ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചേക്കുന്നത്. എന്നിട്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് കഴുകി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി ചാറോട് കൂടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ചാറും കൂടി കിട്ടും. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അരഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ അതിനകത്തേക്ക് എടുത്തിട്ടു. ഇപ്പം ഞാൻ ശരിക്കും സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ആ അരപ്പ് തിളച്ച് വന്നപ്പോഴത്തേനും സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് മാങ്ങ ഇട്ടത്. മാങ്ങ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെന്ത് പോവും. അപ്പോൾ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല, മാവ് കണക്കായി പോവും. അതുകൊണ്ട് അപ്പോഴേ ആ അരപ്പ് തിളച്ച് വന്നപ്പോൾ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ചട്ടിയിലും കൂടി ആയതുകൊണ്ട് ചട്ടിക്കകത്ത് ചൂട് നിൽക്കും. അപ്പോൾ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റണം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ തണുത്ത അച്ചാർ ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.